ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കാശിക്ക് നമ്മളൊരു സൈക്കിൾ മേടിച്ചു കൊടുത്തായിരുന്നു. അവനിപ്പോൾ 6ാം ക്ലാസ്സിലോട്ടാണ് കേട്ടോ അയക്കണേ. വില പറയണമെന്നില്ല, അത്ര വലിയ പൈസയുടെ ഒന്നുമല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെറിയ സൈക്കിളൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു. ഇതാണ് കേട്ടോ സൈക്കിള്, ബൂസ്റ്ററിൻ്റെ. പക്ഷെ ആൾക്ക് ചവിട്ടാനൊന്നും വശമില്ല. ഇപ്പോൾ ആൾ സൈക്കിളൊക്കെ ചവിട്ടി പഠിക്കണേ ഉള്ളൂ. വീഴാനൊക്കെ പോകുന്നുണ്ട്, 2 വീഴ്ചയൊക്കെ കഴിഞ്ഞു. നമുക്ക് അവൻ സൈക്കിൾ ഓടുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഒരു കാര്യമുണ്ട്, അത് പിന്നെ കാരണം എനിക്ക് നല്ല പേടിയാണ്. അമ്മയോട് വീഡിയോ എടുത്തില്ല ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അമ്മ വീഡിയോ എടുത്തു. എനിക്കത് അറിയില്ല, ഞാൻ പഠിക്കുമ്പോൾ അറിയാത്തരുത് വീഡിയോ ഒക്കെ ചെയ്യാൻ ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ വന്നാൽ മതി. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും ഞാൻ കഴിയേ. പിന്നെ ബൈ ബൈ വീഡിയോയാണെങ്കിൽ കാണാം. സഹിക്കണം, ഞാൻ തോറ്റു. ആണെങ്കിൽ ഒരു ഹോൺ അടിച്ചു ഓടല്ലേ, ഞാൻ നിന്നെ പിടിക്കണം. അവള് ഓടിപ്പോയി, അവൾക്ക് പേടിയായി. വീണ്ടും വരാനുള്ളൊരു പന്തികേടിലാണ് അവള് നിക്കണം. കണ്ടോ ഇത് നമ്മൾ ചവിടാൻ പോണ കളിക്കരുത്, അല്ല കളിയാക്കരുത്. തെറ്റിപ്പോയതാണ് പെട്ടെന്ന് പറഞ്ഞത്. കളിയാക്കരുതേ. ഏർമുളക മിസ്റ്റേക്ക് ചെറുതായിട്ട് പിടിക്കൊന്നും വേണ്ട, നമ്മൾ കയറും. ഇതാണെങ്കിൽ നിർത്തുന്നു സ്കിപ്പ് ചെയ്ത് വേണം, അല്ലെങ്കിൽ ഞാൻ വീഴും. ഇങ്ങനെയാണ് എൻ്റെ സൈക്കിൾ ചവിട്ടി. അല്ല കേട്ടോ, ആരെയും അത് പറഞ്ഞു. ഇതാണെങ്കിൽ വീഴും. അതുണ്ട്, അതന്നെ പ്രശ്നം. മര്യാദയ്ക്ക് ബാലൻസ് ചെയ്യാൻ പോലും പറ്റുള്ള ഗായ്സ്. നമ്മൾ എന്ത് ചെയ്യും ഗായ്സ്? വീഴാൻ പോകുമ്പോ കാശിയുടെ സ്ഥിരം ത്രാട്ടാണ് കേട്ടോ ഈ കണ്ടോണ്ടിരിക്കണേ. നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ തർക്കേടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ്. ഗൈസ് ഗൈസ് അതിന് ജാതി സാധന. നമുക്ക് പൂച്ചക്കുട്ടീനെ കൊണ്ടുപോയി ഇടിച്ചാലോ? നമ്മളിത് പറന്നെത്തി പൂച്ചക്കുട്ടീൻ്റെ അടുത്തേക്ക് എത്തിക്കുക. നമുക്ക് പേടിയില്ലേ? അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സൈക്കിൾ ചവിട്ട് പ്രാക്ടീസ്. അവന് കുറെ ആഗ്രഹമായിരുന്നു സൈക്കിൾ തന്നെ വാങ്ങണം. ഇപ്പൊ എല്ലാ ആഗ്രഹവും പോയി, കാരണം എന്താ വെച്ചാൽ സൈക്കിൾ ഓടാൻ പറ്റുന്നില്ല. ഞങ്ങൾ പഠിച്ചെടുക്കും, ഞങ്ങൾ പഠിച്ചെടുത്തിട്ട് സെറ്റ് ആയിട്ട് വരും അല്ലേ? റേസിങ്ങിനെ പോകും. അപ്പൊ പിന്നെ വരാട്ടോ. ബൈ ബൈ.